ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ? എനിക്കും സുഖമാണ്. അപ്പോൾ നമ്മൾ കുറേ കാലമായി വീഡിയോ എടുത്തിട്ട് വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ എക്സാം പ്രസൻറ്റേഷൻസ് ഒക്കെ ആയിട്ട് തിരക്കായി പോയി. ഇപ്പം ജൂൺ 13th വരേക്കും എനിക്ക് എക്സാം ഉണ്ട്, പ്രസൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ ഓഗസ്റ്റ് കംപ്ലീറ്റ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലുള്ള നമ്മൾ ക്ലാസ് തുടങ്ങുള്ളൂ. അതുവരെയ്ക്കും വെക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ബിസി ആയി പോയി. അപ്പം മീൻ വയൽ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഒരുപാട് പേര് കുറേ ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ യൂട്യൂബിൽ വരുന്നവരോട് ഞാൻ പറ്റാവുന്നൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നവർക്കും കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസ ഇൻ്റർവ്യൂവിൻ്റെ കാര്യമാണ്. വിസ ഇൻ്റർവ്യൂവിന് എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു അറിവിൽ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്ത് നോക്കിയപ്പം അവർ പറഞ്ഞത് ഈ ഇൻടേക്കിൽ വരുന്ന ഒരുപാട് പിള്ളേർക്ക് ഈ വിസ ഇൻ്റർവ്യൂ ഉണ്ടെന്നാണ്. അപ്പം അതിനകത്ത് കാര്യമായിട്ടൊന്നും ചോദിക്കില്ല, നിങ്ങളുടെ വൈ ദിസ് യൂണിവേഴ്സിറ്റി, എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത്, വൈ ദിസ് പ്രോഗ്രാം. അപ്പം നിങ്ങളുടെ പ്രീവിയസ് സ്റ്റഡി അല്ലെങ്കിൽ പ്രീവിയസ് എക്സ്പീരിയൻസുമായിട്ട് അത് കണക്ട് ചെയ്തിരിക്കണം. ദെൻ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരും, ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫാമിലി എന്നൊക്കെ പറയണം. സെറ്റിൽമെൻറ്റ് ഒന്നും പറയരുത്, അങ്ങനെയാകുമ്പോൾ നമുക്ക് വിസ കിട്ടാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ. ദെൻ വൈ സ്വീഡൻ എന്ന് ചോദിക്കും, എന്തുകൊണ്ടാണ് സ്വീഡൻ എന്ന് ചോദിക്കുമ്പോൾ മറ്റു കൺട്രികളെ കുറ്റം പറയാത്ത രീതിയിൽ സ്വീഡനെ മറ്റു കൺട്രികൾ നിങ്ങൾ ആദ്യം ഐ ഹാവ് ചൂസ് അനദർ കൺട്രി, ഏതെങ്കിലും ഒരു കൺട്രി ലൈക്ക് UK, കാനഡ എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ മറ്റുള്ള കൺട്രികളെ കുറ്റം പറയാത്ത രീതിയിൽ നമ്മൾ സ്വീഡനെ നല്ലതുപോലെ പൊക്കി പറയാം. അപ്പോൾ അത്രയൊക്കെ ആയിരിക്കും വരുന്നത്, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതുപോലെ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമുക്ക് ബയോമെട്രിക്സ് ഉണ്ടായിരിക്കില്ല. ആദ്യം ഇൻ്റർവ്യൂ ആയിരിക്കും. ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് ബയോമെട്രിക്സിനെ വിളിക്കുന്നത് കേട്ടോ. അപ്പം അതിനനുസരിച്ച് എന്തായാലും നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ പാസ്പോർട്ടും ക്യാരി ചെയ്യുക ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ വന്നിട്ട് സ്റ്റുഡൻ്റ് അക്കോമഡേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ കിട്ടാനായിട്ട്, എത്ര റെൻറ്റ് വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പം അക്കോമഡേഷൻ്റെ കാര്യം എന്ന് പറയുമ്പം ഇവിടെ ഇപ്പം സ്റ്റുഡൻസിന് ഒരു റേറ്റിലാണ് കിട്ടുന്നത്. കപ്പിൾസ് വരുമ്പോൾ നമ്മൾ ഇത്ര സ്ക്വയർ മീറ്റർ മിനിമം വേണം, അതുപോലെ തന്നെ നമ്മൾ പിള്ളേരുണ്ടെങ്കിൽ അതിന് ഇത്ര സ്ക്വയർ മീറ്റർ വേണം എന്നൊക്കെ ഇവിടെ ലോ ഉണ്ട്. അപ്പോൾ അത് പ്രകാരം മാത്രമേ നമുക്ക് താമസിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ താമസിക്കുന്നത് ഗോതൻബർഗ് ആണ്. ഗോതൻബർഗിൽ നമുക്ക് ഷെയർഡ് അപ്പാർട്ട്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 6000 ആ റേഞ്ചിലാണ്. പിന്നെ അല്ലാതെ നമുക്ക് സ്റ്റുഡിയോ ഒക്കെ ഒരു 7000 ആ റേഞ്ചിലൊക്കെ കിട്ടും. പിന്നെ എല്ലാ ഇയറിലും ഇവർ റെൻറ്റ് അല്ലെങ്കിൽ ടാക്സ് ഇൻക്രീസ് ചെയ്യും. അപ്പം അത് ഇപ്പോഴത്തെ ഒരു രീതിയിൽ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇനി അക്കോമഡേഷൻസിന് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ എനിക്ക് വന്നിട്ട് മെസ്സേജ് ചെയ്താൽ മതി, DM ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. ഞാനിവിടെ അക്കോമഡേഷൻസിന് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ DM ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ വന്നിരിക്കുന്ന ഡൗട്ട് എന്ന് പറയുന്നത്, നമുക്ക് RP കാർഡ് വന്നു കഴിഞ്ഞാൽ മെയിൽ വരുമോ എന്നുള്ളതാണ്. ഞാനത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കേസ് ബൈ കേസാണ്, നമുക്ക് മെയിൽ വരുന്ന ഒരു ഉറപ്പൊന്നുമില്ല. കാരണം എന്നെ സംബന്ധിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ വിളിച്ച് ചോദിക്കുകയാണ് ചെയ്തത്. വിസ ഗ്രാൻഡഡ് മെയിൽ വന്നതിന് ശേഷം ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ മെയിൽ വരുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം അവർ ഇല്ല പറഞ്ഞു. അഗെയിൻ ഞാൻ വീണ്ടും കോൺസുലേറ്റ് നമ്പർ തപ്പിപ്പിടിച്ച് അവർ വിളിച്ചപ്പോൾ അവർ ഫസ്റ്റ് വീക്കിൽ അവർ വന്നിട്ടില്ല പറഞ്ഞു. സെക്കൻഡ് വീക്കായപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പോയി കളക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പിള്ളേർ 5 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവേണ്ടെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. കാരണം അവൾക്ക് ഒരു മോളുണ്ട്, 4 വയസ്സുണ്ടായിരുന്നുള്ളൂ. 5 വയസ്സിന് മുകളിലാണെങ്കിൽ നിങ്ങൾ ആരൊക്കെയാണോ ആപ്ലിക്കൻസ് അവരെല്ലാവരും തന്നെ പോകണം ഈ RP കാർഡ് കളക്ട് ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റ്സൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. കാരണം ഇവിടെ ഇപ്പം സമ്മറാണെന്ന് പറയും, പക്ഷേ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഭയങ്കര മഴയായിരുന്നു. നമുക്ക് റീൽസിലൊക്കെ കാണുന്ന പോലെ അൺപ്രഡിക്റ്റബിൾ വെതറാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മുടെ മൊബൈലിൽ നമ്മൾ ഇന്നത്തെ വെതർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഫോർകാസ്റ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ പെടും. കാരണം സമ്മറാണെങ്കിൽ ഇവിടെ മഴ പെയ്യുന്നുണ്ട്, നല്ല വിൻഡി ആവുന്നുണ്ട്, നല്ല തണവുണ്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഒരു ഒക്ടോബർ നവംബർ തൊട്ട് നമ്മൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യും. ഹെവി വിൻ്റർ ആയിരിക്കും, പറയാലോ, സ്നോഫാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയാണ്. പിന്നെ ഷോപ്പിംഗ് ലിസ്റ്റിൻ്റെ കാര്യം, ഷോപ്പിംഗ് ലിസ്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിടാം, അത് പോയി കണ്ടോളൂ. ഇതെല്ലാം ഷോപ്പിംഗ് ലിസ്റ്റിൽ വേണ്ടത്. ഞാൻ അതിനകത്ത് വിട്ടുപോയെന്ന് തോന്നുന്നു, എനിക്ക് ജാക്കറ്റ്സ് ആണ്. ജാക്കറ്റ്സ് നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പം ഇപ്പോൾ ഓഗസ്റ്റിലായിരിക്കും വരിക. അപ്പോൾ അന്നേരം വലിയ സ്നോഫോളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊരു ബെയറബിൾ ആയിട്ടുള്ളൊരു
ഡിക്കാത്തലണെന്നോ എവിടെന്നെങ്കിലും ഒരു ജാക്കറ്റ് മേടിച്ചിട്ട് വരിക. പിന്നെ വിൻ്റർ ജാക്കറ്റ്സ് ഇവിടെ നമുക്ക് വന്ന പാടെ തന്നെ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഇവിടുത്തെ ക്ലൈമറ്റ്സിന് പറ്റിയ വിൻ്റർ ജാക്കറ്റ്സും വിൻ്റർ ഷൂസൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ഹാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ടോ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് വന്ന പാടെ തന്നെ അങ്ങ് മേടിച്ച് വെച്ചാൽ മതി. വിൻ്റർ ആയിക്കഴിഞ്ഞ് നമ്മളത് അപ്പം പിടിക്കുമ്പോൾ നമുക്ക് മേ ബി ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ സാധാരണ ഉള്ളൊരു ജാക്കറ്റ്സും അതുപോലെ തന്നെ ഒരു ഷൂവും ഒക്കെ കരുതിയിട്ട് വരിക. പിന്നെ ഒരുപാട് സോക്സ് കൊണ്ടുവരിക കേട്ടോ. സോക്സ് ഒത്തിരി കൊണ്ടുവരാം. ബിക്കോസ് വിൻ്റർ ടൈമിൽ നമ്മളൊരു 3-4 ലെയറൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങൾ സോക്സ് കൊണ്ടുവരിക. പിന്നെ ഡെയിലി നമ്മുടെ നാട്ടിലാകുമ്പോൾ നമ്മൾ സാൻഡൽസ് യൂസ് ചെയ്യുന്ന പോലെ ഇവിടെ ഡെയിലി നമ്മൾ ഷൂ ആണല്ലോ. അപ്പോൾ നമ്മൾ ഡെയിലി സോക്സും ഷൂ ഒക്കെ സോക്സ് മാറുമ്പം മേ ബി ഇത് വാഷ് ചെയ്യാനൊക്കെ നമുക്ക് ടൈം എടുക്കുമ്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സോക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അപ്പോൾ ഇതാണ് ഇന്നത്തേക്കുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി. ഈ സ്വീഡനെ സംബന്ധിച്ച് പിന്നെ എന്നോട് ചോദിച്ചാണ്, ചേച്ചി ഈ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി തന്നിട്ട് ആ യൂണിവേഴ്സിറ്റിയിലെ ഈ പ്രോഗ്രാം നല്ലതാണോ എന്നൊക്കെ ചോദിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആൻസർലെസ് ആണ്. ബിക്കോസ് എനിക്ക് അറിയില്ലല്ലോ ആ പ്രോഗ്രാം എങ്ങനെയാണ് അവർ ഡെലിവറി ചെയ്യുന്നതെന്ന്. എന്താണെങ്കിലും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ഇമെയിൽ അയച്ച് ചോദിക്കാം, നിങ്ങളുടെ അതത് ഫാക്കൽറ്റിക്ക് ഇമെയിൽ അയച്ച് ചോദിക്കാം എങ്ങനെയാണ് സ്റ്റഡി മെത്തേഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പം അവർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ജോബ് സീക്കേഴ്സ് വിസേനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി ഇന്നലെ. പക്ഷേ അതെന്തെന്ന് വെച്ചാൽ ആ കുട്ടി ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്തോ കഴിഞ്ഞതാണ്, ബാച്ചിലേഴ്സ്. ഇവിടെ വന്നിട്ട് ജോബ് സീക്കേഴ്സിന് വന്നിട്ട് പെട്ടെന്ന് ജോബ് കിട്ടുമെന്നാണ്. സ്വീഡനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ വേഴ്സ്റ്റാണ്. ജോബ് മാർക്കറ്റൊക്കെ ഭയങ്കര ഡള്ളാണ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ, നോർത്ത് വോൾട്ട് ഇറ്റ്സ് ഓൾറെഡി ക്ലോസ്ഡ്. ആൻഡ് അപ്പോൾ അവിടുത്തെ ഒരുപാട് പേര് ഇപ്പം അൺഎംപ്ലോയ്ഡ് ആയിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ ജോബ് സെർച്ച് ചെയ്യുന്നുണ്ട്. ഒരുപാട് പല പല കൺട്രിയിലേക്കായിട്ട് സ്കാറ്റേർഡ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു, ട്രാവൽ ചെയ്തു. സ്റ്റിൽ എന്നാലും നമ്മൾ ഇവിടുത്തെ സിറ്റികളിലൊക്കെ അവിടുത്തെ ആൾക്കാർ ലേ ഓഫ് ചെയ്ത ആൾക്കാർ ഇവിടെയുണ്ട് കേട്ടോ. പിന്നെ ഒരു ബാഡ് ന്യൂസ് എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യൻസ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് മലയാളീസൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനിയായിരുന്നു വോൾവോയിലും ഇപ്പം കുറച്ച് അവർക്ക് കോമ്പറ്റീറ്റേഴ്സ് ടെസ്റ്റിലായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അവരും ഒരു 3000 ഓളം എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അത്രയും പേരും കൊണ്ട് നമ്മൾ ഈ മാർക്കറ്റിൽ വരുന്ന സ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ പിന്നെ വിത്തൗട്ട് ലാംഗ്വേജ് ഇവിടെ ഒരു കാര്യങ്ങളും നടപടിയാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരിക. പിന്നെ അതുപോലെ നിങ്ങൾ ലാംഗ്വേജൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ചൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ പഠിച്ചിട്ട് വരിക കേട്ടോ. ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് ഡുവലിംഗോ ആപ്പ് വഴി കുറച്ചൊക്കെ സ്വീഡിഷ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ചൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ മടുത്ത്. കാരണം എനിക്കൊന്നും ഓർത്ത് വയ്ക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ്. പക്ഷെ നിങ്ങളിവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾ വേഗം പോയിട്ട് SFIയിൽ പിൻ നമ്പറൊക്കെ ആകുമ്പം ജോയിൻ ചെയ്യാം. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ഓരോ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം. പിന്നെ കുറേ പേർക്ക് ഇങ്ങനെ വീഡിയോസ് കാണുമ്പം ഡൗട്ട്സാണ്, പിൻ നമ്പർ എങ്ങനെയാണ് എടുക്കുന്നത്, ബാങ്ക് ID എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൽ പിൻ നമ്പറിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോസ് പോയി നോക്കിയാൽ മതി. ബാങ്ക് IDയുടെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ നിയറസ്റ്റുള്ള ഏതെങ്കിലും ബാങ്കിൽ പിൻ നമ്പറൊക്കെ ആയതിനു ശേഷം പോയിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കണം. എന്നിട്ട് സ്റ്റുഡൻ്റാണ്, നമുക്കിങ്ങനെ നാട്ടിലേക്കൊന്നും പൈസ അയക്കേണ്ടി വരില്ല. ബട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം. അപ്പം ചില ബാങ്കുകാർ പറയും നിങ്ങൾ പാർട്ട് ടൈം ജോബിൻ്റെ കോൺട്രാക്റ്റ് കാണിക്കുക എന്നാലേ തരുള്ളൂ പറയും. ചിലർ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് തരും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു 3-4 ബാങ്കിലൊക്കെ പോയിട്ടും എനിക്ക് അക്കൗണ്ടൊന്നും ശരിയായി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിവിടെ ഒരു ഐക്ക ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബാങ്ക് ഉണ്ട്. ഇത് ഓൺലൈനായിട്ട് വെർച്വൽ ബാങ്കിങ് ആണ്. അവർക്കൊരു ഓഫീസായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ അവരുടെ സ്റ്റുഡൻറ്റ് അക്കൗണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റുഡൻറ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് എല്ലാ മന്തും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയി കിട്ടും. അങ്ങനെയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ബാങ്ക് ID തരാൻ പറ്റില്ല, നമുക്ക് സ്വീഡിഷ് പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വിഷ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം, നമുക്ക് ഇങ്ങോട്ടേക്ക് റിസീവ് ചെയ്യാം, അങ്ങോട്ടേക്ക് അയക്കാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് ബാങ്ക് ID ഇല്ലാത്തതുകൊണ്ട്. സോ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ബാങ്ക് ID വേറൊരു ഫ്രണ്ട് എനിക്കൊരു ഐഡിയ പറഞ്ഞു, അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പം ഞാൻ ഒട്ടും ഹാർഡ് വർക്ക് ചെയ്യാതെ ഞാൻ ബാങ്ക് ID എടുത്തു. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ പതുക്കെ പറയാം. നിങ്ങളോട് വന്ന് സെറ്റായി കഴിയുമ്പോൾ ഞാനതെങ്ങനെ ബാങ്ക് ID എടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ എന്നോട് ചോദിച്ചേക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് 1 ഇയർ ഇവിടെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട്
നിങ്ങൾക്ക് എക്സ്റ്റൻഷന് കൊടുക്കാം. 2 ഇയേഴ്സിൻ്റെ കോഴ്സാണെങ്കിൽ നിങ്ങൾ എക്സ്റ്റൻഷന് കൊടുത്താൽ നിങ്ങൾക്ക് അഗെയിൻ ഒരു 1 ഇയറും കൂടെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് യൂസ് ചെയ്യാം. മീൻ വൈൽ നിങ്ങൾ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് നോക്കാം. അറിയാമല്ലോ, അവിടെ ലെഫ്റ്റ് ഹാൻഡാണ്. മേ ബി മിഡിൽ ഈസ്റ്റിൽ GCCയിലൊക്കെ വർക്ക് ചെയ്തവർക്ക് ഈസി ആയിരിക്കും, ബിക്കോസ് അവരവിടെ ലെഫ്റ്റ് ഹാൻഡ് ആണല്ലോ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തെയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീഡിയോ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ സപ്പോർട്ട് ഒന്നും കുറയ്ക്കരുത്. എനിക്ക് എങ്ങനെയും ഒരു 200 എങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത്രയും സമാധാനമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.